ഹലോ എവ്രി വൺ വെൽക്കം ടു മൈ ഹാപ്പിനെസ്. അപ്പോൾ ഇന്നുണ്ടല്ലോ കുറച്ച് നമ്മളുടെ തൃശ്ശൂർക്ക് പോയപ്പോഴുള്ള ക്രിസ്മസ് കാഴ്ചകൾ കണ്ടതാണ് കേട്ടോ ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത്. അപ്പോൾ നമ്മൾ ക്രിസ്മസ് കാഴ്ചകളും കൂടെ വാവയ്ക്കും ഒരു ചെരുപ്പൊക്കെ വാങ്ങിക്കണമായിരുന്നു. അപ്പോൾ അതിന് വേണ്ടിയിട്ടാണ് നമ്മൾ ഇറങ്ങിയത്. അപ്പോൾ തൃശ്ശൂർ നമ്മൾ എല്ലാവരുടെയും മെയിൻ ആയിട്ടുള്ള സ്ഥലം എന്ന് പറയുന്നത് ഹൈ റോഡ് തന്നെയാണല്ലോ. ഫസ്റ്റ് ചെന്നപ്പോൾ തന്നെ ദേ ഈ ട്രീ ഒക്കെ കണ്ടത് ഭയങ്കര ഇഷ്ടപ്പെട്ടു. നല്ല രസമുണ്ടായിരുന്നു ആ ഒരു 3 വെറൈറ്റി കളേഴ്സ് എന്ന് പറയുന്നത്. അത് സാധാരണ കാണുന്നതിൽ നിന്ന് കുറച്ച് ഡിഫറെൻ്റ് ആയിട്ടാണല്ലോ. ഞങ്ങളുടെ കയ്യിൽ അങ്ങനെ ഒരു ഡിഫറെൻ്റ് ആയിട്ടുള്ള കളർ എന്ന് പറയുന്നത് പണ്ട് നമ്മൾ ലുലു തുടങ്ങിയ സമയത്ത് അവർ കുറച്ച് കളേഴ്സ് ഇറക്കിയിട്ടുണ്ടായിരുന്നു. വൈറ്റ്, റെഡ്, ബ്ലൂ അങ്ങനെയൊക്കെ. അപ്പോൾ അതിൽ നമ്മൾ നല്ലൊരു റെഡ് കളർ വാങ്ങിച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതാണ് നമ്മളുടെ ഒരു ട്രീ എന്ന് പറയുന്നത് കേട്ടോ. അപ്പോൾ ഞങ്ങൾ അത് വിട്ടിട്ട് ഇപ്പോൾ വേറൊരു കളർ കാണുന്നത് ഇതാണ്. അപ്പോൾ നല്ല രസമായിട്ട് തോന്നി. പിന്നെ തൃശ്ശൂരും എറണാകുളവും കുറച്ച് നല്ല ഡിഫറൻസ് ഉള്ളതായിട്ട് എനിക്ക് തോന്നിയിട്ടോ. കാരണം എന്താ വെച്ച് കഴിഞ്ഞാൽ തൃശ്ശൂർ പതിവ് പോലെയുള്ള കുറച്ച് ഡെക്കറേഷൻ ഐറ്റംസും കാര്യങ്ങളും ഒക്കെ തന്നെയാണ് ഉണ്ടായിരുന്നത്. നമ്മളുടെ അവിടെ അങ്ങനെ തന്നെയാണ് കേട്ടോ. പക്ഷേ എറണാകുളത്ത് എന്ന് പറഞ്ഞാൽ കുറച്ചും കൂടി ഇൻഡോർ ഡെക്കോസിനാണ് ഈ പ്രാവശ്യം ഇത് പ്രയോറിറ്റി കൂടുതൽ കണ്ടിട്ടുള്ളത് കേട്ടോ. പിന്നെ പതിവ് പോലെ നമ്മൾ തൃശ്ശൂർ പോയപ്പോൾ ഞാൻ ഏറ്റവും കൂടുതൽ പോകാൻ ആഗ്രഹിക്കുന്ന കുറച്ച് ഷോപ്പുകളുണ്ട്. അതിൽ ഒന്നാണ് ഈ ജ്വല്ലറി ഷോപ്സ് എന്ന് പറയുന്നത്. അപ്പോൾ അതിൽ തന്നെ മെയിൻ ആയിട്ടുള്ളതാണ്. ഇപ്പോൾ കുറേ നാളായിട്ട് പ്രൈഡ് വന്നപ്പോൾ തൊട്ട് എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. എല്ലാ പ്രാവശ്യം ഞാൻ പോകുമ്പോൾ എന്തെങ്കിലുമൊക്കെ അവിടെ നിന്ന് നോക്കണം, വാങ്ങിക്കണം എന്നുള്ള ആഗ്രഹത്തോട് കൂടിയിട്ടാണ് പോവുക. അപ്പോൾ ഈ പ്രാവശ്യം ഞാൻ പോയി കോസ്മോൾക്കുള്ള സാധനങ്ങളാണ് കൂടുതലായിട്ടും ഞാൻ വാങ്ങിച്ചത് കേട്ടോ. പിന്നെ മുകളിലേക്കൊന്നും പോയില്ല. മുകളിൽ പോയാൽ വീണ്ടും കുറേ ഉണ്ടാവും. പിന്നെ ഞാനൊന്ന് പറയും, വാവ വേറൊന്ന് പറയും. ഐഡിയാസ് രണ്ടും തമ്മിൽ ഇടിയാവും. അപ്പോൾ അത് കാരണം ഞാൻ കുറച്ച് അവൾക്കുള്ള സാധനങ്ങൾ വാങ്ങിച്ചു. പിന്നെ എന്തോ 1, 2 ഇയറിങ്സ് കണ്ട് വാങ്ങിച്ചു എന്ന് തോന്നുന്നു. അങ്ങനെ കണ്ട് അവിടെ നിന്ന് വാങ്ങിച്ചിട്ട് നേരെ അവിടെ നിന്ന് ഇറങ്ങി. പിന്നെ നമ്മൾ വീണ്ടും നമ്മളുടെ ചെരുപ്പ് തിരയിലായിരുന്നു കേട്ടോ. അപ്പോൾ എനിക്ക് ഇഷ്ടപ്പെടുമ്പോൾ വാവയ്ക്ക് ഇഷ്ടപ്പെടില്ല, ഞങ്ങൾക്ക് രണ്ടാൾക്കും ഇഷ്ടപ്പെടുമ്പോൾ ചേട്ടന് ഇഷ്ടപ്പെടില്ല, അങ്ങനെയായിരുന്നു കേട്ടോ. പിന്നെ ഉണ്ടല്ലോ ഈ ഒരു സ്റ്റിക്കർ കാണാൻ നല്ല ഭംഗിയില്ല. എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടമായിട്ടോ. ഇതിൽ കണ്ടപ്പോഴാണ് എനിക്ക് അത്രയും ഭംഗി തോന്നിയത്. അവിടെ ഇരുന്നപ്പോൾ എനിക്ക് അത്ര തോന്നിയിട്ടുണ്ടായിരുന്നില്ല കേട്ടോ. വാങ്ങിക്കായിരുന്നു എന്ന് എനിക്കിപ്പോൾ തോന്നുമായിരുന്നു. പറഞ്ഞിട്ട് കാര്യമില്ലല്ലോ, നമ്മൾ വാങ്ങിച്ചില്ല. പിന്നെ നമ്മൾ വീണ്ടും ഇങ്ങനെ നടപ്പായി കുറേ ചെരുപ്പ് കടകളിൽ കയറി, റിപ്പീറ്റ് ആയിട്ട് കയറിയതുകൊണ്ട് തന്നെ ഞാൻ അതിൻ്റെ ഒന്നും വീഡിയോ എടുത്തില്ല കേട്ടോ. പിന്നെ തൃശ്ശൂർ ഞങ്ങൾ പോയ ദിവസത്തിൻ്റെ ആണോ എന്നുള്ളത് അറിയില്ല. ഇനിയിപ്പോൾ ആളുകളെല്ലാം ഷോപ്പിംഗ് കഴിഞ്ഞോ എന്നുള്ളത് അറിയില്ല. വലിയ തിരക്കുള്ളതായിട്ട് തോന്നിയില്ല. എറണാകുളത്ത് ഭയങ്കര തിരക്കായിരുന്നു, ഒരു രക്ഷയില്ല. പിന്നെ ഞാൻ നെക്സ്റ്റ് നമ്മളുടെ ബെല്ല മരിയ എന്ന് പറഞ്ഞ ഷോപ്പിലും പോയിട്ടോ. മരിയ റോസിൻ്റെ സഹോദര സ്ഥാപനമാണെന്നാണ് ഞാൻ മനസ്സിലാക്കിയിട്ടുള്ളത്. അപ്പോൾ അവിടെ നിന്ന് ഞാൻ കുറച്ച് ഇയറിങ്സ് ഒക്കെ വാങ്ങിച്ചു. പിന്നെ എന്തോ ബാംഗിൾസ് പോലത്തെ ഒരു സാധനമൊക്കെ വാങ്ങിച്ചു. പിന്നെ വാവയ്ക്കും കുറച്ച് സാധനങ്ങളൊക്കെ വാങ്ങിച്ചു. ഇപ്പോൾ എവിടെ പോയാലും കൂടുതലും വാവയ്ക്കുള്ള സാധനങ്ങളാണ് മെയിനായിട്ട് വാങ്ങിക്കൽ. പിന്നെ ഞാനൊന്ന് വാങ്ങിച്ചു കഴിഞ്ഞാൽ അവൾക്ക് എന്തായാലും വേണം, നിർബന്ധമാണ് ആ കാര്യത്തിൽ. പിന്നെയും നമ്മളിങ്ങനെ ഡെക്കോർ ഐറ്റംസ് ഒക്കെ നോക്കിയിട്ട് ഇങ്ങനെ നടന്നു കേട്ടോ. കുറച്ച് നേരമൊക്കെ നടന്ന് എല്ലാം കണ്ടു. പിന്നെ അവിടെ ഒരു ഷോപ്പ് കണ്ടു. അതെനിക്ക് ഫാൽക്കൺ ഗാലറി എന്നത് ഈ കാണുന്ന ഷോപ്പ് കേട്ടോ. അത്യാവശ്യം നല്ല ഒരുപാട് ഇങ്ങനെ ഡെക്കറേറ്റീവ് ഐറ്റംസ് ഇങ്ങനെ കണ്ടിരുന്നൊരു ഷോപ്പാണ്. പക്ഷെ നല്ല തിരക്കായിരുന്നു. നമ്മൾ പ്രൈസ് ഒന്നും ചോദിച്ചു കഴിഞ്ഞാൽ പറയാൻ പോലുള്ള സമയം അവർക്കില്ല, അത്രയധികം തിരക്കുണ്ട്. പിന്നെ കുറച്ചൊരു സ്പേസും അല്ലേ ഉള്ളൂ. അപ്പോൾ അതിനകത്ത് അത്രയും നിന്നിട്ട് കഷ്ടപ്പെട്ട് വാങ്ങിക്കാൻ പറ്റില്ലായിരുന്നു. അപ്പോൾ അത് കാരണം ഞാൻ വേണ്ടാന്ന് വെച്ചു. ഞാൻ അത്യാവശ്യം സാധനങ്ങളൊക്കെ ഇവിടെ എറണാകുളത്ത് നിന്ന് വാങ്ങിച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ അതിൻ്റെ ഒരു വീഡിയോ ഞാൻ കാണിച്ചു തരാം. നെക്സ്റ്റ് ആയിട്ട് ഞാൻ അത് അപ്ലോഡ് ചെയ്യാം കേട്ടോ. അപ്പോൾ നല്ല രസമുള്ള കുറച്ച് ഐറ്റംസ് ഒക്കെ കിട്ടി. ഈ പ്രാവശ്യം ഞാനും കുറച്ച് ഇൻഡോർ ഡെക്കോർസിനാണ് കേട്ടോ പ്രാധാന്യം കൊടുത്തത്. ഔട്ട്ഡോർ അങ്ങനെ അധികമില്ല, കുഴപ്പമില്ലാണ്ട് ചെയ്തു. എങ്കിൽ പോലും നോർമലി നമ്മളൊരു ട്രീ വയ്ക്കും, 2 സ്റ്റാർ ഇടും, അതിൽ നമ്മളുടെ ഡെക്കറേഷൻ നിർത്താറാണ് പതിവ്. എന്നാൽ ഈ പ്രാവശ്യം അതിൽ നിന്ന് വ്യത്യാസമായിട്ട് കുറച്ചും കൂടി ഞാനൊന്ന് ഡെക്കറേറ്റ് ചെയ്തു കേട്ടോ. പിന്നെ പതിവ് പോലെ നമ്മളുടെ പുത്തമ്പള്ളി പുറത്തു നിന്നൊന്നും കണ്ട് ഉള്ളിൽ കയറിയില്ല. കാരണം എന്താ വെച്ച് കഴിഞ്ഞാൽ പാതിര കുർബാന കഴിഞ്ഞിട്ട് ഞങ്ങൾ പള്ളികൾ, ചുറ്റുവട്ടത്തുള്ള പള്ളികളുടെ പുൽക്കൂട് മുഴുവൻ കാണാൻ പോകുന്ന ഒരു പരിപാടി ഉണ്ട് കേട്ടോ. അപ്പോൾ ഇത്രയൊക്കെ ഉള്ളൂ നമ്മളുടെ തൃശ്ശൂർ കാഴ്ചകൾ കേട്ടോ.